നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധഭീതിയിൽ നിന്ന് മാർക്കറ്റ് ഒഴിവാകുമോ എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണം. ആ ഭീതി ഇനി ഒഴിവാകും എന്ന് തോന്നുന്നു. ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി കൂടുതലായ ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറും എന്ന് പറയാറായിട്ടില്ല, എന്ന് പറയാൻ സാധിക്കുകയുമില്ല. അതിനുള്ള ശക്തി പാകിസ്ഥാനുണ്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് മാർക്കറ്റ് യഥാർത്ഥത്തിൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിരുന്നതാണ് ഈ യുദ്ധം. അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് അല്പം ഉയരുകയാണ് ചെയ്തത്. ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാർക്കറ്റിന് ഈ യുദ്ധത്തെ ഡിസ്കൗണ്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളെല്ലാം ബയ്യറായി തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പ്രതീക്ഷ നിലനിൽക്കുകയാണ് ഇപ്പോഴും. അത് ഉയരത്തിലേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആളുകൾ പരിഭ്രാന്തരായി ഷെയർ വിട്ടുപോകുന്ന ഒരവസ്ഥ ഒഴിവായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. യുദ്ധത്തിൻ്റെ ഈ ഘട്ടത്തോടെ ഇത് ചിലപ്പോൾ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അധികം പേരും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും തന്നെ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാർക്കറ്റ് ഇന്ന് 24,414 ക്ലോസ് ചെയ്തു. പോസിറ്റീവായി തന്നെയാണ് എല്ലാ ഇൻഡെക്സുകളും നിൽക്കുന്നത്. പതുക്കെ പതുക്കെയാണേലും വോളറ്റൈലിറ്റിയിൽ നിന്ന് പതുക്കെ അത് കരകയറി വരുന്നതാണിന്ന് കണ്ടത്. രാവിലെ തന്നെ വളരെയേറെ വോളറ്റൈലായി മാർക്കറ്റ്. എന്നാൽ അത് തിരിച്ച് പതുക്കെ ഉച്ചയ്ക്ക് ശേഷം ഒരു സ്റ്റഡി ലെവലിലേക്ക് വരികയുണ്ടായി. നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത് യുദ്ധം അടുത്ത ലെവലിലേക്ക് മാറുമോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിന് ഒരു നെഗറ്റീവായിട്ടത് കാണാനുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ് മാർക്കറ്റ്. റിസൾട്ടുകൾ വരുന്നത് പലതും നല്ല റിസൾട്ടുകളാണ് വരുന്നത്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഷെയറുകൾ നല്ല റിസൾട്ട് തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ കഴിഞ്ഞ ദിവസം M&Mന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് 4-5 ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കേഴ്സ് ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ആരും സെല്ലിങ് പറയാതെ ഒരു ഷെയർ നിൽക്കുകയാണ് ഇപ്പോൾ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ വർഷം തന്നെ അത് നല്ല മുന്നേറ്റം കാഴ്ചവെച്ച് കഴിഞ്ഞ ഒരു ഷെയറാണ്. എന്നാൽ തന്നെ അതൊരു 4,000 വരെ ടാർഗറ്റ് പറഞ്ഞുകൊണ്ടാണ് പലരും ജെഫ്രീസ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ല ഷെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ നിങ്ങൾ വാച്ച് ചെയ്യാവുന്ന, അല്ലെങ്കിൽ അത് സ്ഥിരമായി അതിൽ നിക്ഷേപിച്ചിട്ടുള്ളവർ ഈ കഴിഞ്ഞ ഒരു വർഷമൊക്കെ നല്ല റിട്ടേണുകൾ തന്ന ഒരു ഷെയറാണ്. ആ ഷെയറിന് ഇപ്പോഴും അതിൻ്റെ സാധ്യത കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെയും മറ്റ് ട്രാക്ടറിൻ്റെയും ഒക്കെ അടുത്ത മുന്നോട്ടുള്ള കുതിപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നല്ലൊരു ഫുട് പ്രിൻ്റ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ എന്നുള്ളതാണ് വസ്തുത. ടാറ്റ മോട്ടേഴ്സ് മുൻപേ വന്നതെങ്കിലും അവരെയും കടന്ന് മഹീന്ദ്ര പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ആ രീതിയിൽ അത് മുന്നേറുന്നുണ്ട്. ഷെയറിനും ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴത്തെ നിലവിൽ നിന്നൊരു 30% ഏറ്റവും കുറഞ്ഞത് ഒരു 3,900 ലെവലിലേക്കെങ്കിലും അത് വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് ഏകദേശം അതിൻ്റെ 52 വീക്ക് ഹൈഡ് അടുത്താണ് നിൽക്കുന്നത്. 3,114 110 ഏതാണ്ടൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ നിന്ന് അത് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് മാർക്കറ്റിലുള്ളവർ എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അതുപോലെ ഇന്ത്യൻ ഹോട്ടൽസിനും ജെഫ്രീസ് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽസ്
നല്ല രീതിയിൽ മുന്നേറി നിൽക്കുന്ന ഒരു ഷെയറാണ്. അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. പുതിയ ക്യാപെക്സ് ഒക്കെ മുടക്കിയിട്ട് അവർ ക്യാഷ് മുടക്കി പുതിയ ഹോട്ടലുകളിൽ ഇത്ര റൂമുകൾ അവർ ഈ അടുത്ത സാമ്പത്തിക വർഷം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അവരുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നല്ല ഗൈഡൻസാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ അതൊരു നല്ല ബൈ ആണെന്ന് എനിക്ക് തോന്നുന്നു. 700-ന് മുകളിൽ നിൽക്കുന്ന ഒരു ഷെയറാണ്. അതൊരു 900-ലേക്ക് വരുമെന്നാണ് ബ്രോക്കേഴ്സ് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ ഷെയറുകളുടെ ഇതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നല്ല സ്ട്രോങ് ആയ ഫണ്ടമെൻ്റലുകളുള്ള ഈ ഷെയറുകളെ നമ്മൾ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ ചെറുതായി അതിൻ്റെ ഇപ്പോൾ കയറി മേടിച്ച് എല്ലാം ഉയർന്നു നിൽക്കുമ്പോൾ മേടിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ ചെറിയ താഴ്ചകൾ വരുമ്പോൾ നമ്മൾ ചെറുതായി കൊണ്ട് തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അത് ദീർഘകാലത്തേക്കുള്ള നിക്ഷേപത്തിന് ഏറ്റവും പറ്റിയ ഷെയറുകളാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസറ്റ് ചെയ്തു തരുന്നതിന് വളരെ സഹായിക്കുന്ന ഷെയറുകളായിരിക്കും. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. യുദ്ധത്തിൻ്റെ ഭീതി ഒഴിഞ്ഞു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അത് കൂടുതൽ ആയിട്ട് വന്നില്ലെങ്കിൽ, അതൊരു ഫുൾ വാറിലേക്ക് നീങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ ഇനി പ്ലസ്സായിട്ട് സ്വാധീനിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളും അതുപോലെ ശ്രദ്ധിക്കുക. മാർക്കറ്റിനെ ആ രീതിയിൽ തന്നെ കാണുക. മുന്നോട്ട് കുതിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. നല്ല ഷെയറുകളിൽ മാത്രം നോക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇത്തരം നല്ല ഷെയറുകളെക്കുറിച്ച് അറിയുന്നതിനും നിങ്ങൾ എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതിയ ആളുകളാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. പ്രതികരണങ്ങളുണ്ടാകട്ടെ. തീർച്ചയായിട്ടും സഹകരിക്കുന്നതാണ്. താങ്ക് യു. വീണ്ടും കാണാം.